ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഹക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്താണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ അപ്ലിക്കേഷൻ ആണ്. എത്തിലിൻ HMOയുടെ അപ്ലിക്കേഷൻ ടു സിമ്പിൾ പൈ സിസ്റ്റം. എങ്ങനെയാണ് അതിന്റെ അപ്ലിക്കേഷൻ, ഏത് സിമ്പിൾ പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്ക് നമുക്ക് എങ്ങനെയാണോ അത് അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കുന്നത്. നമ്മൾ സിമ്പിൾ പൈ ഇലക്ട്രോൺ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കോൺജുഗേറ്റഡ് ബോൺസ് ഉള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂള്, അത് സ്ട്രെയിറ്റ് ചെയിൻ അല്ലെങ്കിൽ ഒരു അസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, അതിനെയാണ് നമ്മൾ സിമ്പിൾ പൈ സിസ്റ്റംസ് എന്ന് പറയാം. കോൺജുഗേഷൻ ഉണ്ടായിരിക്കും, അതെന്ന് പറയുന്നത് അസൈക്ലിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇനി നേരെ മറിച്ച് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് പൈ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് സൈക്ലിക് ആയിട്ടുള്ള ആൾക്കാർ, കോൺജുഗേറ്റഡ് ബോൺസ് ഉള്ള കോൺജുഗേഷൻസ് ഉള്ള സൈക്ലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ സിമ്പിൾ പൈ സിസ്റ്റത്തിന് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ എത്തിലിൻ അലൈൽ സിസ്റ്റം, അതുപോലെ തന്നെ 1,3-ബ്യൂട്ടാഡൈൻ, അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള പൈ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, എന്താണ് ബെൻസീൻ, നല്ലൊരു എക്സാമ്പിൾ ആണ്. അതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സിമ്പിൾ പൈ സിസ്റ്റത്തിലേക്കുള്ള അപ്ലിക്കേഷൻ, HMOയുടെ അപ്ലിക്കേഷൻ. ഏതൊക്കെ മോളിക്യൂൾസാ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്? എത്തിലിൻ അലൈൽ സിസ്റ്റം, അതുപോലെ തന്നെ 1,3-ബ്യൂട്ടാഡൈൻ. അതിൽ ഫസ്റ്റ് എത്തിലിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എത്തിലിൻ മോളിക്യൂൾ നമുക്ക് അറിയാവുന്നതാണ്, C+C. ഇതാണ് നമ്മുടെ എത്തിലിൻ മോളിക്യൂളിന്റെ ഫോർമുല അല്ലെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ സ്കെലറ്റൽ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ ഇത് C1 ആയിട്ട് എടുക്കുക, ഇത് C2 ആയിട്ട് എടുക്കുക. ഇത് സ്കെലറ്റൺ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് C1 C2. അതായത് നമ്മളിവിടെ പൈ ബോണ്ടിങ് അല്ലെങ്കിൽ പൈ ഇലക്ട്രോൺസിന്റെ കാര്യം മാത്രമാണ് നമുക്ക് നോക്കേണ്ടത്. ആ ഒരു പൈ ബോണ്ടിങ് നടക്കുന്നത് എവിടെയാ? C1 C2ന്റെ ഇടയിലാണ് പൈ ബോണ്ടിങ് നടക്കുന്നത്. അപ്പൊ സ്കെലറ്റൺ എന്ന് പറയുന്നത് C1 C2 ആയിരിക്കും. ഞാൻ ജസ്റ്റ് അതിന്റെ ആ ഒരു സ്കെലറ്റൻ വരയ്ക്കാണ്. നമുക്ക് സിഗ്മ ഇലക്ട്രോൺസ്, ആ ഒരു സിഗ്മ ബോണ്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പൈ ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു മോളിക്കുലാർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഈ രണ്ട് ഓർബിറ്റൽസ് ആയിരിക്കും. ഈ രണ്ട് കാർബണിന്റെ PZ ഓർബിറ്റൽസ് ആയിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇവരാണ് ഈ രണ്ട് ഓർബിറ്റൽസ് ആണ് തമ്മിൽ ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ട് കാർബൺ ആറ്റം ആണ് ഉള്ളത്. രണ്ട് കാർബൺ ആറ്റത്തിലെ ഈ HMO ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഓരോ PZ ഓർബിറ്റലാണ്. അതായത് ടോട്ടലി രണ്ട് PZ ഓർബിറ്റൽസ് നമുക്ക് ഇവിടെ എന്താണ് HMOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോളിക്കുലാർ MOയുടെ ഫോർമേഷന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസ്, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും മോളിക്കുലാർ ഓർബിറ്റൽസ് കിട്ടുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൈ ബോണ്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് കാർബണിലെ ഓരോ PZ ഓർബിറ്റൽസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടലി രണ്ട് PZ ഓർബിറ്റൽസ് ആണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് രണ്ട് HMOs പോസിബിൾ ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. ഓരോ കാർബൺ ആറ്റത്തിലും ഓരോ PZ ഓർബിറ്റൽസ് പൈ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടോ അത്രയും നമ്പർ ഓഫ് HMOs നിങ്ങൾക്ക് കിട്ടും, ഹക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ കിട്ടും. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് രണ്ട് HMOs പോസിബിൾ ആണ്. അത് നമുക്ക് Ψ1 ആൻഡ് Ψ2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. Ψ1 ആൻഡ് Ψ2 ഇവിടെ ജനറൽ ആയിട്ടുള്ള ഇതായിട്ടാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് P1 ആൻഡ് P2. P1 P2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C1ന്റെയും C2ന്റെയും PZ ഓർബിറ്റൽസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് നമ്മുടെ Ψ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു HMOന്റെ ജനറൽ ആയിട്ടുള്ളതാണ്. അപ്പൊ Ψ1 Ψ2 ആയിട്ട് രണ്ട് HMO ഉണ്ട്. Ψ1 Ψ2 ആയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടത് ഇക്വേഷൻ പ്രകാരം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A11 P1 പ്ലസ് A12 P2, A21 P1 പ്ലസ് A22 P2. ഇങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇത്രയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ജനറലി നമുക്ക് എന്താണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് PZ ഓർബിറ്റൽസ്, കാർബണിന്റെ PZ ഓർബിറ്റൽസിന്റെ ലീനിയർ കോമ്പിനേഷൻ വഴിയാണ് പൈ MOs, അതായത് ഹക്കൽ മോളിക്കുലാർ ഓർബിറ്റൽസ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രെയിം വർക്ക് എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു PZ ഓർബിറ്റൽസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്ന് പറയാം, എത്ര HMOs അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറയാം. അത്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ HMOs അല്ലേ നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ എത്ര HMO ലെവൽ, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു എത്തിലിൻ മോളിക്യൂളിന് രണ്ട് HMOs ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ എനർജി, അതിന് ഒരു എനർജി, രണ്ട് HMO ഉണ്ട്, രണ്ടിന്റെയും എനർജി എത്രയാണ് അവർക്കുള്ള എനർജി എന്നുള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതണം. അതായത് പൈ ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ആൻഡ് ഓൾസോ നമുക്ക് അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ HMOന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഏറ്റവും ആദ്യം
HMOയുടെ എനർജി കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് HMOയുടെ വേവ് ഫംഗ്ഷൻസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കണം. പിന്നെ അവരിനെ ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അത്ര മാത്രമാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആയ കാരണം എങ്ങനെയാ വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ പോവാട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. HMOന്റെ എനർജി കണ്ടുപിടിക്കണം. HMOയുടെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ്? സെക്യുലാർ ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ സെക്യുലാർ ഡിറ്റർമിനന്റൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിറ്റർമിനന്റ് ആണ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനന്റും അതുപോലെ തന്നെ വേവ് ഫംഗ്ഷൻ ആണ്. HMOയുടെ വേവ് ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്തെടുക്കണം? അതിന്റെ സെക്യുലാർ ഇക്വേഷൻസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ എനർജി കണ്ടുപിടിക്കാൻ സെക്യുലാർ ഡിറ്റർമിനന്റ് എടുക്കുക, സെക്യുലാർ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. സൈഡിൽ എങ്ങനെ എഴുതി വെച്ചോ. ഇനി എനർജി കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു ഡിറ്റർമിനന്റ്. ഇതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്ന ഡിറ്റർമിനന്റ്. ഇത് എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം കാർബണില് എത്തിലീൻ മോളിക്യൂളില് 2 കാർബൺ ആറ്റം ആണുള്ളത്. അപ്പോൾ 2 pz ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടോ നമ്മുടെ ഡിറ്റർമിനന്റ് എത്രയായിരിക്കും? അത്രയും ഓർഡർ ഉള്ള ഒരു ഡിറ്റർമിനന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ കാർബണിന്റെ എണ്ണം എന്ന് പറയുന്നത്, കോൺജുഗേഷൻ ഉള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര എണ്ണം കിട്ടും? 2/2 ഡിറ്റർമിനന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, എത്തിലീന്റെ കേസിൽ. ഇനി 2/2 കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചാൽ ഡയറക്റ്റ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് ആൽഫ മൈനസ് ഇ ആയിരിക്കും. ഈ ആൽഫ മൈനസ് ഇ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലും താഴെയായിട്ട് നമ്മൾ എന്താണ് ബീറ്റയുടെ ടേം കൊടുക്കുക, എന്നിട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ 2/2 മെട്രിക്സ് ആയ കാരണം വേറെ ഒന്നും വരില്ല. ഡയഗണൽ എലമെന്റും ബാക്കിയുള്ള എലമെന്റ്സ് ബീറ്റ ആയിട്ടേ വരുള്ളൂ. 0 ടേംസ് ഉണ്ടായിരിക്കില്ല. ഈക്വൽ ടു 0 കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്. ഇനി നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെയാ കിട്ടുക? ഞാൻ അത് മാത്രം ഈ ഒരു ഇതിൽ മാത്രം ഞാൻ എഴുതാം. നമുക്ക് എന്താ H11 ES11 2 ഇന്റഗ്രൽ ഉണ്ട്. എന്താണ് ഇഫക്റ്റീവ് ഓവർലാപ്പിംഗ് കാണിക്കുന്ന രീതിക്കുള്ള, അല്ലെങ്കിൽ എനർജി ഇന്ററാക്ഷനും അതുപോലെ തന്നെ അവരുടെ ഇഫക്റ്റീവ് ഓവർലാപ്പിംഗും കാണിക്കുന്ന 2 ഇന്റഗ്രൽസിന്റെ ടേംസിൽ നമുക്ക് ഈ ഒരു ഡിറ്റർമിനന്റ് എഴുതാൻ പറ്റും. സെക്യുലർ ഇക്വേഷൻസ് നിന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. H11 മൈനസ്, ഓക്കെ, ഏറ്റവും ആദ്യം ഞാൻ സെക്യുലർ ഇക്വേഷൻസ് സൈഡിൽ എഴുതി വെക്കാം, ഇപ്പുറത്ത് എഴുതാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഡിറ്റർമിനന്റ് എഴുതാം. കാരണം ഈ ഒരു സെക്യുലർ ഇക്വേഷൻസ് വീണ്ടും വരുന്നുണ്ട്, പിന്നെ അത് ഞാൻ വീണ്ടും എഴുതാൻ നിൽക്കുന്നില്ല. ഓക്കെ, A1 ഇൻറ്റു H11 സെക്യുലർ ഇക്വേഷൻസ് H11 മൈനസ് ES11, പിന്നെന്താ പ്ലസ് A2 ഇൻറ്റു H12 മൈനസ് ES12 രണ്ടെണ്ണം മതി, ഈക്വൽ ടു 0 കൊടുക്കുക. ഇതാണ് ഒരു ഇക്വേഷൻ. നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ A1 ഇൻറ്റു H21 മൈനസ് ES21 പ്ലസ് A2 ഇൻറ്റു H22 മൈനസ് ES22 ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇതിനെ മെട്രിക്സ് ഫോമിലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ സെക്യുലർ ഇക്വേഷൻസ് കേട്ടോ. ഇത് സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ, അല്ലെങ്കിൽ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചോ. ഈ ഒരു സെക്യുലർ ഇക്വേഷൻ എഴുതി വെക്കുക. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റേ അതിന് മുന്നേ നമുക്ക് എന്താ ഈ കോൺസ്റ്റന്റിനെ വേറൊരു മെട്രിക്സ് ഫോമിലാക്കിയിട്ട് മാറ്റണം. A1 A2 ഇൻറ്റു ഈ സെക്യുലർ ഇക്വേഷൻസ് നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക. H11 മൈനസ് ES11, H12 മൈനസ് ES12, H21 മൈനസ് ES21, H22 മൈനസ് ES22. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുക, ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് അറിയാം ഈ കോൺസ്റ്റന്റിന്റെ ഈ ഒരു മെട്രിക്സ് ഒരിക്കലും 0 ആവില്ല. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു മെട്രിക്സ് അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. സോ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് എന്താണ്? നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? H11 മൈനസ് ES11, H12 മൈനസ് ES12, H21 മൈനസ് ES21, H22 മൈനസ് ES22 ഈക്വൽ ടു 0. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് കിട്ടുന്നുണ്ടായിരിക്കുക. ഇതിലെ നിങ്ങൾക്ക് നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. H11 ഈക്വൽ ടു H22 ഈക്വൽ ടു എത്ര കിട്ടുന്നത്? ആൽഫ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക.
H12 ഈക്വൽ ടു H21 ഈക്വൽ ടു എന്താണ് ബീറ്റ കൊടുക്കും. നെക്സ്റ്റ് എന്താ S11 ഈക്വൽ ടു S22 ഈക്വൽ ടു 1 ആണ്. നോർമലൈസേഷൻ കണ്ടീഷൻ ആണ് അവിടെ വരിക. നെക്സ്റ്റ് S21 ഈക്വൽ ടു S12 ഈക്വൽ ടു 0. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇത്രയും സംഭവങ്ങൾ മേലത്തെ ഇക്വേഷനിൽ ഈ ഒരു ഡിറ്റർമിനന്റിൽ ഇക്വേറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ആൽഫ മൈനസ് ഇ ബീറ്റ ബീറ്റ ആൽഫ മൈനസ് ഇ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എഴുതാൻ ടൈം ഉള്ളതിനനുസരിച്ച് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയണതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇപ്പൊ HMO നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ അപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം ഈ ഒരു അപ്ലിക്കേഷൻ എഴുതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മതി, ഇതിൽ എഴുതിയിട്ടുള്ള സ്റ്റെപ്പ് മതി. അതല്ല എത്തിലിൻ മോളിക്യൂള് മാത്രമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഉൾക്കൊള്ളിച്ചോളും. ചോദിക്കുന്ന മാർക്കിനനുസരിച്ച് അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് അത് നിങ്ങളുടെ ഒരു എന്താ ആ ടൈമിൽ നിങ്ങൾക്ക് തോന്നണ മാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉള്ള ടൈമിനനുസരിച്ച് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം നോക്കിയിട്ട് എഴുതാം. അപ്പൊ എന്തായാലും ഒന്ന് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എക്സാമിന്റെ ടൈമിൽ മാത്രമായിട്ട് നോക്കി കഴിഞ്ഞിട്ട് വെച്ചാൽ നടക്കില്ല കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കേണ്ടത് എന്തായിരുന്നു, ഈ ഒരു ഡിറ്റർമിനന്റില് ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഡിറ്റർമിനന്റിനെ നമ്മൾ ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ, ഈ ഒരു ഇക്വേഷൻ ഫുള്ള് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ബീറ്റ ബൈ ബീറ്റ ബീറ്റ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടേം ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ഇവിടെ എക്സ് ആയിട്ട് മാറി, ബീറ്റ ബൈ ബീറ്റ ഇവിടെ 1 ആയിട്ട് മാറി, ബീറ്റ ബൈ ബീറ്റ ഇവിടെ 1, ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആയിട്ട് മാറി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഈക്വൽ ടു 0 കൊടുത്തു. ഇനി ഈ ഡിറ്റർമിനന്റ് നമ്മൾ എന്താണ് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ സോൾവ് ചെയ്യുക, ഡയഗണൽ ആയിട്ടുള്ള ആൾക്കാർ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, മൈനസ് ഇത് 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താ 1 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ദാറ്റ് ഇസ് പ്ലസ് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ എക്സ് ഇസ് ഓർ മൈനസ് 1 ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, +1 അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ -1 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ +1 ആണെങ്കിലും -1 ആണെന്നുണ്ടെങ്കിലും എന്താ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇയുടെ വാല്യൂസ് കിട്ടും. ഏത് ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ആ ഇയുടെ വാല്യൂ കിട്ടുന്നുണ്ടായിരിക്കുക, ആൽഫ മൈനസ് ഇ ഡിവൈഡഡ് ബൈ ബീറ്റ ആണ് നമ്മുടെ എക്സ്. ഇതാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുക. എക്സിന് ഡിഫറെന്റ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സിന് പകരം എക്സ് ജെ എന്ന് കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എനർജിയുടെ വാല്യൂ ഇ ജെ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ആൽഫ മൈനസ് ഇ ജെ ഡിവൈഡഡ് ബൈ ബീറ്റ ഈക്വൽ ടു എക്സ് ജെ. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ മൈനസ് ഇ ജെ ഡിവൈഡഡ് ബൈ ബീറ്റ ഈക്വൽ ടു എക്സ് ജെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, എക്സിന് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താണ് +1 ആവാം -1 ആവാം. ഏറ്റവും ആദ്യം ഞാൻ x1 ഇപ്പോൾ സപ്പോസ് ഞാൻ എടുക്കുകയാണ്, x1 ഈക്വൽ ടു -1 നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. അപ്പോൾ x1 ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ടുള്ളത് വാല്യൂ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ എക്സ് ജെക്ക് പകരം -1 കൊടുത്തു. അപ്പോൾ ആൽഫ മൈനസ് ഇ1 ഡിവൈഡഡ് ബൈ ബീറ്റ ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഇതിന്ന് കണ്ടുപിടിക്കുക, ഇ1 കണ്ടുപിടിക്കുക. ഇ1 കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, മൈനസ് ഇ1 അവിടെ നിർത്തി, മൈനസ് ബീറ്റ മൈനസ് ആൽഫ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇതിന്റെ നെഗറ്റീവ് എടുക്കുക. ഫുള്ള് നെഗറ്റീവ് എടുക്കുമ്പോൾ ഇ1 ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൽഫ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ആൽഫ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പി സെഡ് ഓർബിറ്റലിന്റെ ആവറേജ് എനർജിയാണ്. അതായത് കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലിന്റെ ആവറേജ് എനർജി. ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താ, ബീറ്റ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്.
അപ്പോൾ E1 എന്ന് പറയുന്നത് നമ്മുടെ HMOയുടെ എനർജി കമ്പൈൻ ചെയ്തിട്ടുള്ള അറ്റോമിക് ഓർബിറ്റലിനേക്കാളും കുറവാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. E1 എന്ന് പറയുന്നത് ഫസ്റ്റ് എനർജി ലെവലിൽ, അതായത് X എന്ന് പറയുന്നത് -1 ആകുന്ന കേസിൽ ആ HMOയുടെ എനർജി എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലിനേക്കാളും കുറവാണ്. കാരണം ഇവിടെ ബീറ്റ നെഗറ്റീവ് ആണ്, അതായത് ആൽഫയിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി മൈനസ് ചെയ്താലാണ് നമുക്ക് എന്താണ് E1 കിട്ടുന്നത്. അപ്പോൾ E1ന്റെ വാല്യൂ E1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HMO അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ആൽഫയുടെ താഴെ ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ബോണ്ടിങ് ഇന്ററാക്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. കാരണം നമുക്ക് കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജിയാണ് നമ്മൾ നോൺ ബോണ്ടിങ് എനർജി ലെവലായിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. അതിന് താഴെയാണ് ഇയാളുടെ എനർജി. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള HMOന്റെ എനർജി കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലിനേക്കാളും കുറവാണ്. അതായത് അവരുടെ ആ ഒരു ഇന്ററാക്ഷൻ വഴി, ഓവർലാപ്പിംഗ് വഴി ഉണ്ടായിട്ടുള്ള എനർജി ലെവലിന് എനർജി കുറവാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. അത് നമ്മൾ എന്താണ് ബോണ്ടിങ് ഇന്ററാക്ഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ X = -1 ആകുന്ന കേസ് എന്ന് പറയുന്നത് ബോണ്ടിങ് ഇന്ററാക്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, X2 = -1 ആയിട്ട്. X എന്ന് പറയുന്നത് +or-1 അല്ലേ, അപ്പൊ അതിൽ X1 = -1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി X2 = -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ α - E2 / β = -1 കിട്ടി. E2 = α - β എന്നാണ് കിട്ടുന്നതായിരിക്കാം. ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കിയേ, α - β ആണ് E2ന്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, E2ന്റെ എനർജി. അപ്പോൾ ബീറ്റ ഓൾറെഡി ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു ഇപ്പൊ ഇത് എഴുതാണെന്ന് വെച്ചാൽ E2 = α മൈനസ് നെഗറ്റീവ് ക്വാണ്ടിറ്റി, ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ഇതിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. അതായത് E2 എന്ന് പറയുന്നത് ആൽഫയുടെ കൂടെ ഒരു ക്വാണ്ടിറ്റി, ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് ആൽഫയുടെ കൂടെ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് E2 കിട്ടുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഇസ് E2 എന്ന് പറയുന്നത് ആൽഫേനേക്കാളും കൂടുതലായിരിക്കും. E2 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് X എന്ന് പറയുന്നത് വാല്യൂ -1 ആണെന്നുണ്ടെങ്കിൽ ബോണ്ടിങ് ഇന്ററാക്ഷനും, X2ന്റെ വാല്യൂ -1 +1, ഇവിടെ +1 ആണ് കേട്ടോ, ഇവിടെ തെറ്റിയിട്ടുണ്ട്, -1 അല്ല, ഇവിടെ +1 ആണേ, നോക്കിക്കോളാം. ഇങ്ങനെ തന്നെയാണ് കിട്ടുക. α - β കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ +1 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, +1 ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഇതൊന്ന് നോക്കിക്കോളോ, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. X2ന്റെ വാല്യൂ നമ്മൾ +1 ആയിട്ടാണ് എടുക്കുന്നത്. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ, Xന്റെ വാല്യൂ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ABM അല്ലെങ്കിൽ ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അതിന്റെ റീസൺ ആണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പൈ ബോണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പൈ ബോണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എത്രയാണ് 2 HMOs ഉണ്ടെന്ന് മനസ്സിലായി. 2 HMOs ψ1 ψ2 ആയിട്ട് എടുക്കുക. ψ1 ψ2 അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, 2 HMOs. അതിന്റെ E1ന്റെ എനർജി, ഇതാണ് നമ്മുടെ E1 എനർജി ലെവല്, ഇത് നമ്മുടെ E2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് ആണ് ψ1 ψ2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ E1ന്റെ വാല്യൂ എത്ര, α + β ആണ്. E1 എന്ന് പറയുന്നത് α + β ആണ് ആ ഒരു എനർജി ലെവലിന്റെ വാല്യൂ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് E2ന്റെ വാല്യൂ എന്ന് പറയുന്നത് α - β ആണ്. α - β ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ആൽഫ എന്ന് പറയുന്നത് എന്താ, നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റിൽ, മോളിക്കുലർ ഓർബിറ്റിൽ നോൺ ബോണ്ടിങ് ആയിട്ടുള്ളത്. അതായത് ഇവരെന്ന് പറയുന്നത് എന്തായിരുന്നു, ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ അറ്റോമിക് ഓർബിറ്റലിന്റെ എനർജിയാണ് കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇതൊന്ന് വരച്ചു വെക്കാം. ഇത് എനർജി ലെവൽ ഡയഗ്രം ആണ്, നമ്മുടെ HMO എനർജി ലെവൽ ഡയഗ്രം ആണ്. ആരുടെയാണ്, എത്തിലിൻ മോളിക്യൂളിന്റെ കേട്ടോ. അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതില് പൈ ഇലക്ട്രോൺസിന് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എത്തിലിൻ മോളിക്യൂളിൽ എന്താ 2 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ അത് ഈ ഒരു പൈ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. α + β എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി ലെവലിലായിരിക്കും ഈ 2 പൈ ബോണ്ടിങ് വഴി ഉണ്ടായിട്ടുള്ള ഈ ഒരു പൈ ഇലക്ട്രോൺസ് ഇവിടെ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം α + βയിലായിരിക്കും ഇവര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, ഈ ഒരു സ്റ്റേറ്റിൽ, ഈ ഒരു പൈ ബോണ്ടിങ് ഉള്ള സമയത്ത് ഈ 2 പൈ ഇലക്ട്രോൺസിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു α + β എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവലിലാണ് 2 ഇലക്ട്രോൺസ് ഇവിടെ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ 2 × α + β ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പൈ എനർജി നമുക്ക് കിട്ടി. ഓക്കെ, ടോട്ടൽ പൈ എനർജി ഓഫ് ഇഥൈലിൻ എന്ന് പറയുന്നത്, ടോട്ടൽ പൈ എനർജി എന്ന് പറയുന്നത് എനർജി ഓഫ് C2H4
ഈക്വൽ ടു എത്ര 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇ പൈ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഇ പൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഇനി സപ്പോസ് നമുക്ക് അവിടെ ബോണ്ടിങ് നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഈ ഒരു പൈ ബോണ്ടിങ് നടന്നിട്ടില്ല. എങ്ങനെയാണ് ഇവരിങ്ങനെ തന്നെയാണ് ഈ ഒരു രണ്ട് ഓർബിറ്റൽസിലുള്ള രണ്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ തന്നെ ഒക്യുപ്പൈ ചെയ്യാണ്. അവരെ ഈ രണ്ട് പി സെഡ് ഓർബിറ്റൽ തമ്മിൽ പൈ ബോണ്ടിങ് പി പൈ ബോണ്ടിങ് നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ആ ഒരു കണ്ടീഷനിൽ ഇവർ രണ്ടുപേരും ഒക്യുപ്പൈ ചെയ്യുന്നത് ഏതാ? ഈ ഒരു എനർജി ലെവലിലായിരിക്കും ഇവർ രണ്ടുപേരും ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൽഫ ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ആൽഫ ആയിരിക്കും ഒരു ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കും. അങ്ങനെ രണ്ട് കാർബണിന്റെ രണ്ട് പി സെഡ് ഓർബിറ്റലിലായിട്ട് ഓരോ പി സെഡ് ഓർബിറ്റലിലും എത്രയാണ് ഓരോ ഇലക്ട്രോൺസ് വീതമുണ്ട്. അപ്പൊ ടോട്ടൽ പൈ ബോണ്ടിങ് നടന്നിട്ടില്ല എങ്കിൽ അവർക്ക് 2 ആൽഫ ആയിരിക്കും അവരുടെ എനർജി. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ആൽഫ കിട്ടി. ഇ പൈ എന്ന് പറയുന്നത് 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ടോട്ടൽ പൈ എനർജി ഓഫ് എത്തിലിൻ മോളിക്യൂളിൽ നിന്ന് ഈ ഒരു 2 ആൽഫ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജിയാണ് കോൺജുഗേഷൻ മൂലം അവിടെ ഉണ്ടാകുന്ന റെസൊണൻസ് എനർജി എന്ന് പറയുന്നത്. റെസൊണൻസ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? റെസൊണൻസ് എനർജി വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 ആൽഫ ചെയ്യാം. നമുക്ക് എത്ര കിട്ടുക? 2 ബീറ്റ ആയിരിക്കും കിട്ടുക. ഈ 2 ബീറ്റ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ റെസൊണൻസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, റെസൊണൻസ് എനർജി എന്ന് പറയുന്നത് 2 ബീറ്റ ആയിരിക്കും. സൈവണിന്റെ കോഎഫിഷ്യൻസ് ആണ് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സൈവണിന്റെ ഇപ്പൊ ഇവിടെ സൈവണും സൈറ്റും എഴുതിയിട്ടുണ്ട് ഇല്ലേ? ഇതെന്ന് പറയുന്നത് എന്താ? നമ്മുടെ വേവ് ഫംഗ്ഷൻസിന്റെ വേവ് ഫംഗ്ഷൻസ്. അതെന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് P1 ആൻഡ് P2. രണ്ട് കാർബണാറ്റത്തിന്റെ പി സെഡ് ഓർബിറ്റലിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് സൈവണും സൈറ്റും എടുത്തിട്ടുള്ളത്. അപ്പൊ അതില് അങ്ങനെയാണ് നമുക്ക് ഇവിടെ സൈവണും സൈറ്റും ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് സൈവണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്യുലർ ഇക്വേഷൻ, ഇത് സൈറ്റുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്യുലർ ഇക്വേഷൻസ് ആണ്. ഇനി ബി എം ഒ എന്ന് പറയുന്നത് സൈവൺ ആയിട്ടും എ ബി എം ഒ എന്ന് പറയുന്നത് സൈറ്റു ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബി എം ഒ എന്ന് പറയുന്നത് സൈവൺ ആണ്. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എത്രയാണ്? എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എത്രയാണ്? -1 ആയിരിക്കും. ഇവിടെയാണെന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് +1 ആയിരിക്കും. ഈ വാല്യൂസ് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയേ? ഓർമ്മ ഉണ്ടാ? കുറച്ച് മുന്നേ നമ്മളിവിടെ എനർജി കണ്ടുപിടിച്ച സമയത്ത് എക്സിന്റെ വാല്യൂ -1 ആകുന്ന സമയത്ത് എന്താ ബോണ്ടിങ് ഇന്ററാക്ഷനും എക്സിന്റെ വാല്യൂ +1 ആകുന്ന സമയത്ത് ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇവിടെയാണ് അതിന്റെ യൂസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് സൈവൺ. അപ്പോൾ സൈവണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഒരു സൈവൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ലീനിയർ കോമ്പിനേഷനും ഇത് രണ്ടും എടുത്തിട്ടാണ് നമ്മൾ എന്താണ് ഇവരുടെ A1ന്റെയും A2ന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ഈ ഒരു ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എന്താണ് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതുക A1x + A2 = 0. അതില് എക്സിന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? x = -1 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്താ കിട്ടുന്നത്? A1 + A2 = 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ദാറ്റ് ഇസ് A1 = A2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. അതാണ് ഇവിടെ A1 = A2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അതിലെ സൈവണിന്റെ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. എന്താണ്? ഇന്റഗ്രൽ sin1² d2 = 1. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക എങ്ങനെയായിരിക്കും? ഇന്റഗ്രൽ A1P1 + A2P2 whole square d2 = 1. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് കോൺസ്റ്റൻസിനെ പുറത്തേക്ക് എടുത്തിട്ടുള്ള ഇന്റഗ്രൽസ് ഓരോന്നർക്കും ഓരോ ടേംസിനും ഇന്റഗ്രൽ കൊടുക്കുക, കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ കിട്ടുക? A1² × ഇന്റഗ്രൽ P1² d2 + A2² × ഇന്റഗ്രൽ P2² d2 + 2 × A1 A2 × ഇന്റഗ്രൽ P1 P2 d2 = 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇതിന്റെ വാല്യൂ എത്രയാ? 1 ആണ്. ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ 1 ആണ്. ഇത് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ആയ കാരണം ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ A1² + A2² = 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ഇവിടെ നോക്കുക, A1² + A2² = 1. ഇനി തൊട്ട് മുന്നേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ A1 = A2 ആണ്. അതായത് ഈ ഒരു A2ന് പകരം A1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ A1
square plus a1 square equal to 1. Then 2a1 square equal to 1, a1 equal to 1 by root 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. a1ന്റെ വാല്യൂ 1 by root 2 ആണ്. a1 equal to a2 ആയ കാരണം a1ന്റെ വാല്യൂ 1 by root 2, a2ന്റെ വാല്യൂ 1 by root 2. ദാറ്റ് ഇസ് psi1 is equal to എന്താ 1 by root 2 p1 1 by root 2 p2. ഇത് എങ്ങനെ കിട്ടിയത്? ഈ ഇക്വേഷൻ അല്ലേ, അതിൽ a1നും a2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയും ചെയ്താൽ മതി. അപ്പോൾ psi1 ഈക്വൽ ടു 1 by root 2നെ പുറത്തേക്ക് എടുക്കുക ഇൻറ്റു p1 പ്ലസ് p2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് നിങ്ങളുടെ psi1ന്റെ ഇക്വേഷൻ, അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സിമിലർ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് psi2ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് psi2 ആണ് കണ്ടുപിടിക്കേണ്ടത്. psi2ന്റെ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള a1ഉം a2ഉം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട സെക്യുലർ ഇക്വേഷൻ ഇതാണ്. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സെക്യുലർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ a1 പ്ലസ് a2 x ഈക്വൽ ടു 0. അതിൽ എക്സിന്റെ വാല്യൂ എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എക്സിന്റെ വാല്യൂ ഈക്വൽ ടു +1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ a1 പ്ലസ് a2 ഈക്വൽ ടു 0, ദാറ്റ് ഇസ് a1 ഈക്വൽ ടു മൈനസ് a2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്റഗ്രൽ a1 p1 പ്ലസ് a2 p2 ഹോൾ സ്ക്വയർ d2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക, ചെയ്ത് നോക്കുക, a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇതിൽ a2ന് പകരം എന്താണ് മൈനസ് a1 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ a1 ഈക്വൽ ടു മൈനസ് a2 ആണ്, അതായത് a2 ഈക്വൽ ടു മൈനസ് a1. അതുകൊണ്ട് a2ന് പകരം മൈനസ് a1 കൊടുക്കുക. എന്ത് കൊടുത്താലും a1 സ്ക്വയർ ഉണ്ട്, a1 സ്ക്വയർ പ്ലസ് a1 സ്ക്വയർ ഈക്വൽ ടു 1, ദാറ്റ് ഇസ് 2a1 സ്ക്വയർ ഈക്വൽ ടു 1, a1 ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. a1 എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് a2 ആണ്, therefore a2 ഈക്വൽ ടു മൈനസ് 1 ബൈ റൂട്ട് 2. അപ്പോൾ a1ന്റെയും a2ന്റെയും വാല്യൂ കിട്ടി. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ psi2ന്റെ വാല്യൂ psi2 is equal to 1 by root 2 p1 മൈനസ് 1 by root 2 p2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഈക്വൽ ടു 1 by root 2 ഇൻറ്റു p1 മൈനസ് p2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു psi2ന്റെ വാല്യൂ കിട്ടിയത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇത് ഈ കിട്ടിയിട്ടുള്ള psi1ഉം psi2ഉം ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇത് psi1 സ്ക്വയർ വേഴ്സസ് നമ്മുടെ ഫ്രെയിമില്ലേ C1 C2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്. C1 C2ൽ കൂടെ കടന്ന് പാസ് ചെയ്യുന്ന ആ ഒരു ആക്സിസ്, ആ ആക്സിസിനെ എക്സ് ആക്സിസിലും അത് എക്സ് ആക്സിസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. psi1 സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് y ആക്സിസിൽ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് psi2 സ്ക്വയർ ആണ് വേഴ്സസ് ഇത് നമ്മുടെ C1, ഇത് നമ്മുടെ C2. ഓക്കെ, ഇതിലെന്ന് പറയുമ്പോൾ C1ന്റെ അടുത്തേക്ക് അതിന്റെ സെന്റർ ആ ഒരു ന്യൂക്ലിയസിന്റെ അടുത്ത് എത്തുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ചെയ്ത് വീണ്ടും C2ന്റെ അവിടെ എത്തുമ്പോൾ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോയി. ഇവിടെയാണെന്നുണ്ടെങ്കിലോ, ഇവിടെ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഇൻക്രീസ് ചെയ്തു, പിന്നെ പെട്ടെന്ന് അത് ഡിക്രീസ് ചെയ്ത് ഒരു ഇതിന്റെ രണ്ടിന്റെ സെന്ററിൽ കറക്റ്റ് സെന്ററിൽ എത്തുമ്പോൾ അതിന്റെ ഇൻവേർഷൻ അല്ലെങ്കിൽ ആ ഒരു സൈൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് അതെന്താ ആ ഒരു താഴോട്ടുള്ള ഒരു ഇത് കാണിക്കുകയാണ്, അവിടേക്ക് ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഡിക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ആദ്യം ബോണ്ട് ഇല്ലാത്ത സമയത്ത് അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും ഭാഗത്താണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ബോണ്ടിങ് ഉണ്ടായതിനു ശേഷം എന്താണ്, ഇത് മാത്രല്ല ഇത്രയും ഭാഗം എന്താണ് ഇൻക്രീസ് ചെയ്തു. അത്രയും ഭാഗം ഡെൻസിറ്റി ഇൻക്രീസ് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയസ്. രണ്ട് ന്യൂക്ലിയസിന്റെ ഇടയിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്തു, ഇത്രയും പോർഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്തു. എന്നാൽ നേരെ മറിച്ച് ഇതായിരുന്നു ഈ ഒരു കേസിൽ, ആന്റി ബോണ്ടിങ്ങിന്റെ കേസിൽ ഇത്രയും ഭാഗം ഉണ്ടായിരുന്നു. ഓക്കെ, അത്രയും ഭാഗം ഉണ്ടായിരുന്നു, അതായത് ഇത്രയും പോർഷൻ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഇത്രയും പോർഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ എക്സിസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എന്താണ് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പോർഷൻ കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു. അത് മാത്രമല്ല ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി 0 ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു 0 ആകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ ഇലക്ട്രോൺസിനെ കാണാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള ആൾക്കാരാണ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്താണ് നോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ നോഡ്. ഇത്രയാണ് ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതിനാണ് സെൻട്രോസിമെട്രി, psi1നാണോ psi2നാണോ സെൻട്രോസിമെട്രി ഉള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും.
ആദ്യത്തെ എന്ന് പറയുന്നത് ψ1, ഇത് ψ2. ഈ ψ1ന് സെൻട്രോസിമെട്രി ഉണ്ടോ? സെൻട്രോസിമെട്രി ഇല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഈ ഒരു കർവ് എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് പോയ സെയിം ഡിസ്റ്റൻസിൽ ഈ ഒരു കർവ് താഴെ ഈ ഒരു സെയിം ഷേപ്പിൽ കാണണം. പക്ഷെ ഇവിടെ അത് അപ്പിയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ സെന്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെന്ററിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ XYZ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോർഡിനേറ്റിനെ മീറ്റ് ചെയ്തു. ഏതെങ്കിലും ഒരു പോയിന്റ് ആയിക്കോട്ടെ. സെയിം അതിന്റെ നെഗറ്റീവ് ആ സെയിം കോർഡിനേറ്റ്സ് നെഗറ്റീവ് വാല്യൂസ് ഉള്ള ഒരു കോർഡിനേറ്റ്സ്, അതായത് -x, -y, -z എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പൊസിഷനിൽ ഈ ഒരു പോയിന്റ് തന്നെ അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് XYZ തന്നെയാണ് കോർഡിനേറ്റ്, ജസ്റ്റ് അതിന്റെ സൈൻ മാത്രം മാറിയെന്നുള്ളൂ. ഏത് പോയിന്റ് എടുത്താലും എങ്ങോട്ട് പോയാലും ഇപ്പൊ ഇത് ഇങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക, ഈ സെയിം ഡിസ്റ്റൻസിൽ എന്താണ് ഇയാൾക്ക് ഓപ്പോസിറ്റ് സൈൻ ഉള്ള ഒരു കോർഡിനേറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ψ1ന് എന്തുണ്ട്? ψ1ന് സെന്റർ ഓഫ് സിമെട്രി ഇല്ല. ഇവിടെ ψ2ന് സെന്റർ ഓഫ് സിമെട്രി ഉണ്ട്. അപ്പോൾ സെന്റർ ഓഫ് സിമെട്രി ഉള്ള ആൾക്കാരനെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും, G വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ പൈ ഓർബിറ്റൽ ആയ കാരണം പൈ യു അല്ലെങ്കിൽ G ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ψ2നെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ സിമെട്രി നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? പൈ G എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. കാരണം ജെറാഡെ സെൻട്രോ സിമെട്രി ഉള്ള വേവ് ഫംഗ്ഷൻ ആണിത്. എന്നാൽ നേരെ മറിച്ച് ψ1ന് എന്തില്ല? സെൻട്രോ സിമെട്രി ഇല്ല. അതുകൊണ്ട് നമ്മൾ പൈ യു എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്റ്റ് ആണ്. അൺജെറാഡെ സെൻട്രോ സിമെട്രി ഇല്ലാത്ത കാരണം പൈ യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിങ്ങൾ എനർജി ലെവൽസ് വരച്ചു. അതുപോലെ തന്നെ ഇവിടെ 2 ഇലക്ട്രോൺസ് ആൽഫ പ്ലസ് ബീറ്റ, അതായത് നിങ്ങളുടെ ψ1ലാണ് 2 പൈ ഇലക്ട്രോൺസ് ഇവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കുള്ള 2 പൈ ഇലക്ട്രോൺസ് ഏതിലാ? ഈ ഒരു ψ1ലായിട്ടുള്ള പൈ യുലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് പൈ u2 ആയിരിക്കും കിട്ടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് പൈ u2 പൈ g0 എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇത് നിങ്ങളുടെ ψ1 എന്ന് പറഞ്ഞിട്ടുള്ള ഹെക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണ് ψ2 എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ ഉള്ള ഹെക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലാണ് നമ്മുടെ എത്തിലിൻ മോളിക്യൂളിന്റെ ഈ ഒരു ഹെക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ അപ്ലിക്കേഷൻ ഫിനിഷ് ആവുന്നത്. അപ്പോൾ ഇതെല്ലാവരും നന്നായി നോക്കുക. ഏറ്റവും എളുപ്പമായിട്ടുള്ള പോർഷനാണ് എത്തിലിൻ മോളിക്യൂളിന്റെ. ഇത് ഓൾറെഡി നിങ്ങൾ ഓർഗാനിക്കലി പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം സംഭവം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് വല്ല ഡൗട്ടും വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. കണ്ടുപിടിക്കേണ്ടത് ഈ 2 HMOസിന്റെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്റെയും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്റെയും വേവ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിറ്റർമിനന്റ് ആയിരുന്നു, സെക്യുലാർ ഡിറ്റർമിനൻസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേലെ നോക്കി കഴിഞ്ഞാൽ ചെയ്യാൻ കാണാം, ഇവിടെ സെക്യുലാർ ഡിറ്റർമിനൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നേരെ മറിച്ച് വേവ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ സെക്യുലാർ ഡിറ്റർമിനന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, സെക്യുലാർ ഇക്വേഷൻസ്. അതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരിക. ഇതാണ് അടിയിൽ കിടക്കുന്നതാണ് നിങ്ങളുടെ സെക്യുലാർ ഇക്വേഷൻസ് കേട്ടോ. A1 × alpha minus E plus A2 × beta equal to 0. ഇതിലെ ഈ പിന്നെ അതുപോലെ തന്നെ A1 ബീറ്റ പ്ലസ് A2 × alpha minus E equal to 0. ഈ 2 ഇക്വേഷനെ നമ്മൾ എന്താണ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഈ 2 ഇക്വേഷനെയും ഡിവൈഡഡ് ബൈ ബീറ്റ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ആൽഫ മൈനസ് ഇ ഡിവൈഡഡ് ബൈ ബീറ്റ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കുക. സോറി, ഈ 2 ഇക്വേഷൻ അല്ല, ഈ 2 ഇക്വേഷനെ നമ്മൾ ഡിവൈഡഡ് ബൈ ബീറ്റ ചെയ്യുക ആൻഡ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ കിട്ടും കേട്ടോ, എക്സിന്റെ ടേംസിലുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് A1 × x plus A2 equal to 0, A1 plus A2 x is equal to 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇവിടെ ഈ ψ1 ഈക്വൽ ടു ഞാൻ ജസ്റ്റ് എന്താണ് നമുക്ക് കോഎഫിഷ്യന്റ് സാധാരണ എഴുതാറുള്ളത് ഇങ്ങനെയാണ്, A11 P1 പ്ലസ് A12 P2 ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ഇവിടെ P1 ഉണ്ട്, ഇവിടെ P2 ഉണ്ട്, ഇവിടെ എന്തായാലും P1, ഇവിടെ P2. ഇനി ψ2 എന്ന് പറയുന്നത് A21 P1
പ്ലസ് A22 P2 എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ രീതിക്ക് എഴുതാറ്. പക്ഷെ ഇവിടെ ഞാൻ A1 A2 എന്ന് പറഞ്ഞിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് അറിയണം A1ഉം A2ഉം രണ്ടിലും രണ്ടായിരിക്കും, രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മൾ രണ്ടിന്റെയും കോഎഫിഷ്യൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാനിവിടെ A1 A2 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടല്ല ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം Ψ1ന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള A1ഉം A2ഉം എടുത്തിട്ട് കണ്ടുപിടിക്കും, സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. നെക്സ്റ്റ്